ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഷിജ്ലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കനും അതിൻ്റെ ഒപ്പം സെർവ് ചെയ്യാനായിട്ടുള്ള ഒരു സൈഡ് ഡിഷ് ആയിട്ടുള്ള ഗ്രീൻ ചട്നിയും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നല്ല എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഞാനിവിടെ ഓവനിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലെങ്കിലും നമുക്ക് ഫ്രൈ പാനിൽ വെച്ചിട്ടാണെങ്കിൽ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ അതിനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു ചിക്കൻ, ഫുൾ ചിക്കനാണ് വാങ്ങിച്ചത്. എന്നിട്ട് അതിനെ 4 പീസസായിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ചിക്കൻ പീസസിലെല്ലാം ഇങ്ങനെ ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ മസാല ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 2 ലെഗ് പീസും 2 ബ്രസ്റ്റ് പീസും ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ചിട്ടല്ലേ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. അങ്ങനെ ചെയ്യാനായിട്ട് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് വെള്ളമൊന്നും ഇല്ലാതെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയ്ക്കായിട്ട് ഞാനിവിടെ ഒരു 5-8 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുത്തിട്ടുണ്ട്, പേസ്റ്റ് പോലെ ആക്കിയിട്ട്. അപ്പോൾ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി റെഡ് ചില്ലിയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സ്ഡ് ഹെർബ്സ് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ചേർക്കണം നിർബന്ധമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കനിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് തന്നെ ചേർത്തെടുക്കണം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ്. ഒന്നെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഞാനിവിടെ 1 ടീസ്പൂൺ മാത്രമാണ് ഓയിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് ഓയിലൊന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക, നമ്മുടെ മസാല കറക്റ്റ് പാകമാവാനായിട്ട്. അഥവാ മസാല തിക്കായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇങ്ങനെ മസാല തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ ഇരിക്കാൻ പാടില്ല. നമ്മുടെ ചിക്കനിലൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിരിക്കാനായിട്ട് ഒരിത്തിരി തിക്നെസ്സിൽ തന്നെ വേണം ഇതുപോലെ മസാല തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി ചിക്കനിലേക്ക് നന്നായിട്ട് മസാല തേച്ച് കൊടുക്കാം. ആ വരഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെയൊക്കെ ഗ്യാപ്പിലും എല്ലാം നല്ലപോലെ മസാല തേച്ച് കൊടുക്കാം. 4-5 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേക്കും ചിക്കനിലേക്ക് നല്ലപോലെ മസാലയൊക്കെ പിടിക്കും. അതിനുശേഷം നമുക്ക് ഗ്രില്ല് ചെയ്തിട്ടെടുക്കാം. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. ഞാനിപ്പം ഇതിപ്പോൾ രാവിലെ ചെയ്ത് വെച്ചിട്ട് രാത്രിയിലത്തേക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം രാവിലെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രാത്രി ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്ലിൻ ഫിലിം വെച്ചിട്ട് അടച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റ് വെച്ച് മൂടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 7 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡിന്നറിൻ്റെ സമയമായപ്പോഴാണ് ഞാൻ അത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തത്. ഇനിയിപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതുപോലത്തെ ഈ ട്രെയിൽ അലുമിനിയം ഫോയിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഫുള്ള് ഇതിൽ നിന്ന് ഇറങ്ങുന്ന ഓയിലും എണ്ണയും എല്ലാം കൂടെ ചേർന്നിട്ട് ഭയങ്കരമായിട്ട് ഓവൻ ഭയങ്കര വൃത്തികേടാവും. അതുകൊണ്ട് കുറച്ച് അലുമിനിയം ഫോയിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഗ്രില്ലിൻ്റെ ഇതിലേക്കാണ് ഞാൻ ചിക്കൻ വെച്ച് കൊടുക്കുന്നത്, ഗ്രില്ല് ചെയ്യാനായിട്ടുള്ളതിൻ്റെ മുകളിലേക്ക്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓവൻ വേണം എന്നില്ല ഇത് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെയുള്ള ചിക്കൻ പീസസ് നല്ല അടികട്ടിയുള്ള പാത്രം അല്ലെന്നുണ്ടെങ്കിൽ ഫ്രൈ പാൻ ആണെന്ന് വിചാരിച്ചു, അതിലേക്ക് ആദ്യം ഒന്ന് ഓയിൽ ഒരിത്തിരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ പീസസ് വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഫ്രൈ പാനിലൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പം ചിക്കൻ പീസസ് കുറച്ചുകൂടെ ചെറുതായിട്ട് മുറിക്കാനായിട്ട് നോക്കുക. അതാകുമ്പോഴായിരിക്കും നല്ലപോലെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുക. ഗ്രില്ല് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും ചൂട് തട്ടുന്നതുകൊണ്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. പക്ഷേ ഫ്രൈ പാനിൽ വെക്കുമ്പം വലിയ പീസസ് ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം എടുക്കും അത് വെന്ത് വരാനായിട്ട്. ആ നേരം കൊണ്ട് നമ്മുടെ പുറമേ ഉള്ള മസാലയൊക്കെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ പാനിലിട്ടിട്ട് ഇതുപോലെ തന്നെ ഗ്രില്ല് ചെയ്തിട്ടെടുക്കാം. സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും, ഒരു ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓവൻ ഒന്ന് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇടണം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം വേണം നമുക്ക് ഗ്രില്ല് ചെയ്തിട്ടെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള ചിക്കൻ പ്രീഹീറ്റഡ് ആയിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു 20 മുതൽ 25 മിനിറ്റിനുള്ളിൽ നമുക്ക് ചിക്കൻ കറക്റ്റ് പാകമായിട്ട് കിട്ടും.
ഓരോ ഓവൻ്റെ അനുസരിച്ചും ടൈമിങ്ങിൽ കുറച്ചൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഒരു 15-20 മിനിറ്റിന് ശേഷം ഒന്ന് നോക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ചില ഓവനിൽ ഒരു സൈഡിൽ നിന്ന് മാത്രമായിരിക്കും ഹീറ്റ് ഉള്ളത്. അങ്ങനെയാകുമ്പോൾ കൃത്യം പകുതി സമയമാകുമ്പം ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഈ ഓവനിൽ 2 സൈഡിൽ നിന്ന് ഹീറ്റ് വരുന്നതുകൊണ്ട് ഞാൻ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നില്ല. അപ്പം കറക്റ്റായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടും. ഒരു സൈഡിൽ നിന്നാണ് ഹീറ്റ് മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഭാഗം ഒന്നും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടില്ല. ചിക്കൻ അവിടെ നിന്നിട്ട് ഗ്രില്ലാകുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രീൻ ചട്നി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഗ്രില്ല് ചിക്കൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാണ്ട് നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. ഇതിനായിട്ട് വേണ്ടത് ഒരു 4-5 ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ നല്ലപോലെ എരിവുള്ളൊരു പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയാണ്. ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, വെറുതെ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് അരച്ചിട്ടെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ അരച്ചിട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് ഉപ്പും ബാക്കി ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്തിട്ട് അരച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബാക്കി തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 3-4 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ ചേർത്തിരുന്നു. ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ഗ്രീൻ ചട്നി റെഡിയാകും. ഞാൻ ചട്നി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാപ്രിക്ക പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ട് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പമുള്ള ഗ്രീൻ ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ കിഡിലിനാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഗ്രീൻ ചട്നി എന്ത് വന്നാലും ഒന്ന് തയ്യാറാക്കിക്കോളൂ. അതും വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.